ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിനുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരിക്കൽ ഒരു സഞ്ചാരി യാത്രക്കിടയിൽ ഒരാൾ ആനകളെ പരിശീലിപ്പിക്കുന്നത് കണ്ടു. ഈ ആനകളെ കാലിൽ ഒരു ചെറിയ കയറ് കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഈ കയറുകൾ ആന വിചാരിച്ചാൽ എളുപ്പത്തിൽ പൊട്ടിക്കാൻ കഴിയുമല്ലോ എന്നാണ് സഞ്ചാരി ചിന്തിച്ചത്. ആന കയർ പൊട്ടിച്ചാൽ അത് വലിയ അപകടത്തിൽ കലാശിക്കുകയും ചെയ്യും. സഞ്ചാരി തൻ്റെ സംശയവും ആനകളെ ഒരു ഇരുമ്പ് കൂട്ടിലിട്ട് പരിശീലിപ്പിച്ച് കൂടെ എന്നും ആ പരിശീലകനോട് ചോദിച്ചു. എന്നാൽ ഇതിന് മറുപടിയായി പരിശീലകൻ പറഞ്ഞത്, ഇതിനെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കാലിൽ കയറിട്ടാണ് കെട്ടുന്നത്. അപ്പോഴെല്ലാം കയറ് പൊട്ടിക്കാൻ ആന ശ്രമിക്കുമെങ്കിലും അതിന് സാധിക്കില്ല. കാരണം ആനക്കുട്ടിക്ക് അതിനാവശ്യമായ ശക്തിയില്ലല്ലോ. പലതവണ ശ്രമിച്ച് ആനക്കുട്ടി പരാജയപ്പെടും. തന്നെ കൊണ്ടൊരിക്കലും ഈ കയർ പൊട്ടിക്കാനാവില്ല എന്ന ചിന്ത ആനയിൽ ഉണ്ടാകുന്നു. ആന വളർന്ന് ശക്തനായ ഗജവീരനായി തീരുമ്പോഴും അന്ന് പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മകളാൽ തനിക്ക് കയർ പൊട്ടിക്കാൻ സാധിക്കില്ല എന്ന് കരുതുന്നു. പിന്നീട് ഒരിക്കലും ആന അതിനുവേണ്ടി ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ആനയ്ക്ക് ഈ കയർ ധാരാളമാണ്. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴായി പരാജയങ്ങൾ നമ്മെ തേടി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ഏറ്റുവാങ്ങിയ പരാജയങ്ങൾ നമ്മെ നിയന്ത്രിക്കാറുണ്ട്. ഓർമ്മകളായി നിന്ന് ഭയപ്പെടുത്തി പിറകിൽ നിന്നും വലിച്ച് നമുക്ക് തടസ്സം സൃഷ്ടിക്കും, നമ്മെ നിയന്ത്രിക്കും. അതിനാൽ തന്നെ ഈ ഓർമ്മകളുടെ കെട്ട് പൊട്ടിക്കേണ്ടത് അനിവാര്യമാണ്. ആനയുടെ കാലിൽ ബന്ധിച്ച കയറിനേക്കാൾ ശക്തമാണ് പരാജയത്തിൻ്റെ ഓർമ്മകളും മനസ്സിൽ ഉറച്ച വിശ്വാസങ്ങളും. ഇതുപോലെ എന്നോ പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മകളാലും തെറ്റായ വിശ്വാസങ്ങളാലും നമ്മെ ബന്ധിച്ച കെട്ടുകൾ പൊട്ടിക്കേണ്ട സമയമായിരിക്കുന്നു. ആത്മവിശ്വാസത്തോടെ പരാജയത്തിൻ്റെ ഓർമ്മകളെ പൊട്ടിച്ചെറിയുവാൻ ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പരാജയ ഭീതികളും ഞങ്ങളിൽ നിന്നും അകറ്റണമേ. പൗലോസിനെ പോലെ ധൈര്യമായി ക്രിസ്തുവിൽ ആശ്രയിപ്പാനും ലാക്കിലേക്ക് സ്ഥിരതയോടെ ഓടുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.